വിഷുക്കോടി ഇല്ലാതെ എന്ത് വിഷു അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കൊല്ലത്തിലെ MK ഫാബ്രിക്സിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് കണിക്കൊന്നയൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ ട്രഡീഷണൽ സ്കേർട്ടും ടോപ്പും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങാനായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ ഞങ്ങളിതാ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും കുറേ സ്കേർട്ടും ടോപ്പൊക്കെ ഉണ്ടല്ലേ. അത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അവിടെ കയറി ചെന്ന് നോക്കിയ സമയത്ത് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ടോപ്പില്ല. അപ്പോൾ എന്തായാലും നാളെ വിഷുവായിട്ട് അൺസ്റ്റിച്ച്ഡ് ടോപ്പ് എനിക്ക് ഇടാൻ പറ്റൂല, എവിടെയും കൊടുത്താലും തയ്ക്കാനും പറ്റൂല. അപ്പം ഞാൻ എന്ത് വിചാരിച്ച് റെഡിമെയ്ഡ് എന്തെങ്കിലും വാങ്ങാമെന്ന്. അങ്ങനെ റെഡിമെയ്ഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് എല്ലാം ഒരു വിഷു ടച്ച് വരുന്നില്ല. എല്ലാം ഭയങ്കര ക്രിഞ്ചി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സസ് അല്ലെങ്കിൽ സ്കേർട്ട് ടോപ്പ് ഒന്നും തന്നെ ഞാൻ ഈ കട ഫുൾ നോക്കി. എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ പാർട്ടി വെയർ അല്ലേ, ഇതൊക്കെ ഇപ്പം എങ്ങനെ വാങ്ങാനാണ്. പിന്നെ എന്നാൽ പോട്ടെ സാരി എടുക്കാം എന്ന് വിചാരിച്ച് സാരി സെക്ഷനിൽ കുറേ നേരം കിടന്ന് നടന്നു. പക്ഷേ എന്നിട്ടും അവിടുന്ന് എനിക്കൊന്നും തന്നെ കിട്ടിയില്ല. പിന്നെന്താ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം വിഷു ആയതുകൊണ്ട് ട്രഡീഷണൽ ഒന്നും വേണ്ട, ജീൻസും ടോപ്പും എടുക്കാമെന്ന് വിചാരിച്ച് ആ ടോപ്പ് സെക്ഷനിൽ കുറേ നോക്കി. പക്ഷേ എന്ത് ചെയ്യാനാ, നിർഭാഗ്യവശാൽ അവിടെ ഇരിക്കുന്ന ഒരു ജീൻസിൻ്റെ ടോപ്പ് പോലും എനിക്കിഷ്ടപ്പെട്ടില്ല. എല്ലാം ലൈക്ക് ഒരു അത്ര ഇഷ്ടപ്പെടാത്ത ടൈപ്പ്, എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റാത്ത ഒരു മോഡൽ ഡ്രസ്സുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും എനിക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി നേരെ വന്നത് മാക്സിലാണ്. ഇവിടെ പോളയത്തോടാണ് കേട്ടോ മാക്സ്. അപ്പം മാക്സിലാവുമ്പം ഇൻ കേസ് എനിക്ക് സ്കേർട്ട് ടോപ്പ് അങ്ങനത്തെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു വന്നു. പക്ഷേ ഈ മഞ്ഞ പാവാടി ഉടുപ്പും അതൊരു സാരി മോഡലൊരു സംഭവമായിരുന്നു. പക്ഷേ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വൈബ്രൻറ്റ് കളറ്, പിന്നെ വിഷു മഞ്ഞയാണല്ലോ. ഞാനത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തു. ഇങ്ങനെയല്ല, വേറെ രീതിയിൽ ചെയ്യാം, പക്ഷെ എന്തായാലും നല്ല ഡ്രസ്സായിരുന്നു. അപ്പോൾ എനിക്ക് ഇട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനത് ബില്ല് ചെയ്യാം. തുണിക്കടയിൽ നിന്ന് ഞാൻ നേരെ പോയത് കണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പഴക്കടയിലാണ്. ഇത് ഏകദേശം ഇളമ്പള്ളൂർ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു കണി കിറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അത് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെ ചെന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. കണി കിറ്റ് വാങ്ങുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ എല്ലാ പഴങ്ങളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു വലിയ കട തന്നെയായിരുന്നു. അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ മുന്തിരിങ്ങ കണ്ടപ്പം ഞാൻ എടുത്ത് കഴിച്ചു നോക്കി, പുളിയുള്ളതാണോ അല്ലെങ്കിൽ മധുരം ഉണ്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മുന്തിരിങ്ങൾ നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കര പുളിയുള്ളതായിരിക്കും. ഈ പച്ച ഇതിനകത്ത് കുരുവില്ല, പക്ഷേ നല്ല പുളിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പുളിയുള്ള മുന്തിരിങ്ങ വാങ്ങണ്ട, അല്ലാത്ത മുന്തിരിങ്ങ കിലോയ്ക്ക് 150 രൂപ എന്തോ ആണ് പറഞ്ഞത്. അപ്പം ആ ഒരു മുന്തിരിങ്ങ 1 കിലോ വാങ്ങാമെന്ന് വിചാരിച്ചു. കാര്യം മുന്തിരിങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുന്തിരിങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നെയും ഞാൻ പറഞ്ഞു 1 കിലോ വേണം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് മാങ്ങ പറഞ്ഞു, ഓറഞ്ച് പറഞ്ഞു, പിന്നെ മാതളമൊന്നും ഞാൻ പറഞ്ഞില്ല, മാതളത്തിനൊക്കെ നല്ല വിലയായിരിക്കും. പിന്നെ ആപ്പിൾ ഞാൻ പറഞ്ഞില്ല. പൊതുവേ ഞാൻ ആപ്പിൾ കഴിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആപ്പിളിനോട് എനിക്ക് അത്ര പ്രിയമില്ല. അപ്പോൾ ആ ചേട്ടൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പാക്ക് ചെയ്യുവാണ്. ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ആ ഒരു മുന്തിരിങ്ങയാണ് എടുക്കുന്നത്. 1 കിലോ മുന്തിരിങ്ങയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു കറുത്ത മുന്തിരിങ്ങ എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. ഇത് വിഷമടിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതല്ലേ, നമ്മുടെ നാട്ടിലുള്ള അല്ലല്ലോ. ഇത് പിന്നെ അരിയില്ലാത്ത മുന്തിരിങ്ങയും കൂടിയാണ്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്തായാലും അത് പാക്ക് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ഈ കണി കിറ്റ് വാങ്ങുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് ഭയങ്കര നഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ നോക്കിയപ്പം ഒരു 2 ഇതൾ എന്ന് വെച്ചാൽ 2 കൊല മുന്തിരിങ്ങ, 1 കൊല പച്ച മുന്തിരിങ്ങയും 1 കൊല ഈ കറുത്ത മുന്തിരിങ്ങയും. ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഒരു ചെറിയ കഴുതച്ചക്ക, ആ കഴുതച്ചക്കയാണെങ്കിൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കും ചെറുത്, അത് നമുക്ക് തിന്നാൻ പറ്റില്ല. പിന്നെ ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, ഒരു കണിവെള്ളരി, ഒരു മത്തങ്ങ, പിന്നെ ഒരു പഴം എങ്ങാണ്ട്, 1-2 പഴം എങ്ങാണ്ട്. അപ്പോൾ അത് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി വേണ്ടാന്ന് ഞാൻ വെക്കുവാണ്. പിന്നെ അവിടെ നിന്ന് അത്ര സാധനങ്ങളെ കിട്ടിയുള്ളൂ. പിന്നെ വന്നതൊരു സൂപ്പർ മാർക്കറ്റിലാണ്. സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കൈതച്ചക്ക ഭയങ്കര ചെറുതല്ലായിരുന്നു ആ ഫ്രൂട്ട്സ് കടയിൽ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കൈതച്ചക്ക വാങ്ങിയത്. ഇച്ചിരി അത്യാവശ്യം വലുത് തന്നെ നോക്കി വാങ്ങി, കാരണം നമുക്ക് പിന്നെ യൂസ് ചെയ്യാമല്ലോ. പിന്നീട് മത്തങ്ങ നമ്മൾ അവിടുന്ന്, അത് ഫ്രൂട്ട്സ് കടയായതുകൊണ്ട് തന്നെ ഈ മത്തങ്ങ, വെള്ളരി അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ കൈതച്ചക്ക എടുത്തതിന് ശേഷം
ഇതുപോലെ തന്നെ മത്തങ്ങ എടുത്തില്ല, ചക്ക എടുത്തത് കണ്ടേ, ചക്കയാണ് എടുത്തത്. ചക്ക പക്ഷേ ഇത് വേസ്റ്റാണ്, കണിക്ക് വേണ്ടി മാത്രമേ ഇത് പ്രയോജനപ്പെടൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വിളയാത്ത പൊട്ട് ചക്കയല്ലേ, എവിടെന്നെങ്കിലും അടത്തിയാൽ മതിയായിരുന്നു, എന്നാലും സാരമില്ല, പിന്നെ കണിയല്ലേ കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച് ആ സാധനത്തിനെ അങ്ങ് വാങ്ങി. പിന്നീട് എന്താ പറയുക, കുറച്ച് പഴം വാങ്ങി, ഒരു 1/4 കിലോ പഴമേ വാങ്ങിയിട്ടുള്ളൂ. കരിക്ക് സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങി ഇതുപോലെ ഒരു ട്രോളിയിലൊക്കെ ഇട്ട് ഇങ്ങനെ പതുക്കെ പാക്ക് ചെയ്യുവാണ്. എന്നിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെന്താ പറയുക, ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണ് പോയത്. അത് ഭഗവാന് മാല ചാർത്താൻ വേണ്ടിയിട്ട് 2 പൂമാല വേണമായിരുന്നു. അപ്പോൾ 150 രൂപയുടെ 2 പൂമാലയാണ് വാങ്ങിയത്. മുല്ലപ്പൂ ഒരു മുഴത്തിന് തന്നെ 70 രൂപ. എനിക്ക് വേണം എന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല പൈസയുണ്ട്, ഞാനത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ നല്ല പാതിരാത്രിയായി. പിന്നെ പെട്ടെന്ന് കണിയൊരുക്കുന്ന പരിപാടിയായിരുന്നു എല്ലാവരും. ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ പലഹാരങ്ങൾ കിണ്ണിയിലാക്കി വെച്ചു. പിന്നെ ഗോൾഡ്, ഡ്രസ്സ്, പൈസ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ചേക്കുവാണ്. പിന്നീട് അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളും കണ്ണാടിയും ഒക്കെ വെച്ച് വിഷു സ്പെഷ്യൽ വ്ളോഗ് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.